സ്വിച്ചിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ആക്സിഡന്റലി സംഭവിച്ചതാണ് നമുക്ക് ശരിക്കും ഷോക്കായി. ആക്സിഡന്റലി സംഭവിച്ച ഞാൻ ഒന്നും തന്നെ ഇതില് എനിക്ക് എല്ലാവർക്കും സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എന്താവണം എന്നുള്ള ആഗ്രഹം അങ്ങനെ ഇപ്പൊ എന്റെ മോന് വരെ ഉണ്ട്. അവൻ എന്താവണം ചോദിച്ചാണ് എന്റെ അടുത്ത്. ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ എപ്പോഴും ഞാൻ ഇതുപോലെ എനിക്ക് ചോദിക്കാൻ തന്നെ ഇഷ്ടം. പക്ഷെ എപ്പോഴും എനിക്ക് സംസാരിച്ചാവുന്നതന്നെ ഉണ്ട് തോന്നുന്നു എനിക്ക് സയന്റിസ്റ്റ് ആവണം. എല്ലാ പിള്ളേരും സ്കൂളിൽ അല്ലെങ്കിൽ കോളേജ് പഠിക്കുമ്പോഴൊക്കെ ആവും. എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെ ഇവിടെ എത്തിയതാണെന്ന് തന്നെ പറയാം ഉറപ്പായിട്ട്. ഇപ്പൊ പോണെന്ന് അപ്പൊ അതിന് നല്ലൊരു ഇൻസ്പിറേഷൻ ആണ് ഷൈജോട്ടന്റെ സ്വിച്ച് എന്ന് പറഞ്ഞാൽ. എന്താ വെച്ചാല് സിനിമയില് ഓരോ അതിൻ്റെതായ വിഷനാണ് ബിൽഡ് ചെയ്യുന്നത്. ഇതിപ്പോ എഡിറ്റിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് എന്താ പറയാ ടൈം പിന്നെ റിതം ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അതുപോലെ ഇത് ഡയറക്ഷനിലേക്ക് വരികയാണെങ്കിൽ എന്റെ സിനിമയുടെ റിയാലിറ്റിയാണ് ഡയറക്ഷൻ കാണിക്കുന്നത്. മാറ്റം വരാൻ പറ്റില്ല, ഒരു ഡെവലപ്മെന്റ് യൂസ് ഡെവലപ്മെന്റ് തന്നെ ആയിരിക്കുമല്ലോ അവര് വിഷയം ഉണ്ടായിട്ടുണ്ടാവാം. അതെന്താണ് സിമ്പിൾ ആണ് കാര്യം പറയാം. സിനിമകൾ എനിക്ക് സത്യം പറഞ്ഞാൽ വേറെ ഒരു സിനിമയില് ഞാൻ ഡയറക്ട് ചെയ്തോ അല്ലെങ്കിൽ ഒരാളുടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയെന്ന് വെച്ചാൽ എപ്പോഴും സിനിമകൾ കണ്ടു തന്നെ അത് എങ്ങനെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഇങ്ങനെ അത് കുറെ ഓൺലൈൻ ഓട്ടോമാറ്റിക്കലി അതിന് നമ്മുടെ കൂടെയുള്ള ആൾക്കാരും അതിനകത്ത് എനിക്ക് വലിയ പറഞ്ഞുതരാൻ എനിക്ക് അറിയത്തില്ല. എനിക്കൊന്നും അങ്ങനെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വേണ്ടത് എന്നുള്ളത് നമ്മളൊരു സ്ഥലത്തു നിന്ന് ഉള്ള ഒരു നോക്കണ്ടാവുള്ളൂ. ആ പൈസക്ക് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പോൾ സ്വിച്ച് എന്ന് പറയുന്നത് എന്താ പറയാ